നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നടത്തിയ ഒരു ഇന്തോനേഷ്യയിലെ ബാലി യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഞാൻ ഇതിലും ഇനി ഇതിനോടനുബന്ധിച്ച് വരുന്ന എല്ലാ എപ്പിസോഡിലും ഞാൻ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി അതിൻ്റെ വിവരങ്ങൾ ഓരോരോ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളിൽ എത്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ ബാലി യാത്ര എങ്ങനെ ഒരു ബഡ്ജറ്റ് ട്രാവലായിട്ട് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം, ഏറ്റവും കുറഞ്ഞ രീതിയിൽ എങ്ങനെ നമുക്കൊരു വിദേശ രാജ്യത്ത് സന്ദർശിക്കാം, അതും ഒറ്റയ്ക്ക് സോളോ ട്രാവൽ, ഗ്രൂപ്പ് അല്ലാതെ സോളോ ട്രാവലായിട്ട് നമുക്ക് എങ്ങനെ ഇതെല്ലാം ചെയ്യാം, ഇതെല്ലാം എങ്ങനെ ക്രമപ്പെടുത്തിയെടുക്കാം എന്ന് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം കൂടിയായിരുന്നു ഈ യാത്ര. കൊച്ചിയിൽ നിന്നും എയർ ഏഷ്യയുടെ വിമാനത്തിലാണ് ഞാൻ യാത്ര പുറപ്പെട്ടത്. അത് ഡയറക്റ്റ് ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്നില്ല, അവിടുന്ന് കോലാലംപൂരിൽ നിന്ന് വീണ്ടും ബാലിയിലേക്ക് വേറൊരു ഫ്ലൈറ്റിലും കയറേണ്ടി വരും. ഇത് രണ്ടാമത്തെ ഫ്ലൈറ്റിലേക്ക് ഞങ്ങൾ ബോർഡാകുന്നതാണ്. കോലാലംപൂരിൽ നിന്നും ബാലിയിലേക്കുള്ള ഫ്ലൈറ്റിലെ ബോർഡായി അതിൻ്റെ രംഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. നമുക്ക് കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂർ വഴിയോ അല്ലെങ്കിൽ ബാങ്കോക്ക് വഴിയോ മലേഷ്യ കോലാലംപൂർ വഴിയോ ഒക്കെ വേണം നമുക്കിന്ന് കണക്ഷൻ എത്തി ബാലിയിൽ എത്തിച്ചേരാൻ. എൻ്റെ ഫ്ലൈറ്റ് ഇവിടുന്ന് കോലാലംപൂരിൽ നിന്ന് നല്ലൊരു ടേക്ക് ഓഫായി അവിടുന്ന് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു കോലാലംപൂരിൽ നിന്ന്. ഇനി നമുക്ക് ഏകദേശം 3.5 മണിക്കൂർ യാത്രയുണ്ട് ഇവിടുന്ന് ബാലിയിലേക്ക്. ഞാൻ തിരഞ്ഞെടുത്തത് ഈ എയർ ഏഷ്യയുടെ ഫ്ലൈറ്റാണ്. അതാണ് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ഇന്നിപ്പോൾ കിട്ടാനുള്ള സാധ്യത. വളരെ റേറ്റ് കുറച്ച് കിട്ടുന്ന ഒരു കാരിയറാണ് എയർ ഏഷ്യ. എയർ ഏഷ്യയുടെ വിമാനത്തിൽ നിന്നുള്ള ഒരു അതിമനോഹരമായ കാഴ്ച. വളരെ ദൂരെ 2-3 മലകൾ കണ്ട് ഞാൻ എയർക്രാഫ്റ്റിൽ നിന്നുകൊണ്ട് അതൊന്ന് ഫോക്കസ് ചെയ്തു. അതിമനോഹരമായ കാഴ്ച. ബാലിയോട് ഏകദേശം അടുക്കാറായി ഇട്ടിരിക്കുന്നു. ബാലി എന്ന് പറയുന്നത് കടൽ തീരത്തുള്ള ഒരു എയർപോർട്ടാണ്. അത് നമുക്ക് ലാൻഡിങ് സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കടലിൽ നിന്ന് നേരെ കരയിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുന്നത് കണ്ടോ. ഇതാണ് ബാലി എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്ന ദൃശ്യമാണിത്. ഈ ബഡ്ജറ്റ് ട്രാവൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ എൻ്റെ ഇനി വരുന്ന എല്ലാ എപ്പിസോഡിലും ഓരോരോ കാര്യങ്ങൾ നിരത്തിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. ആദ്യം ഞാൻ ഈ പറഞ്ഞത് എയർക്രാഫ്റ്റിൻ്റെ കാര്യമാണ്. അത് നമുക്ക് എയർ ഏഷ്യയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു ബഡ്ജറ്റായിട്ടുള്ള വളരെ കുറഞ്ഞ രീതിയിലുള്ള ടിക്കറ്റ് നമുക്ക് റിട്ടേൺ ടിക്കറ്റ് സംഘടിപ്പിക്കാൻ പറ്റും. ഫ്ലൈറ്റ് വെച്ച് കണ്ട മറ്റൊരു ദൃശ്യം, വളരെ ദൂരെ ഒരു വലിയ സ്റ്റാച്യു കണ്ടു. അത് ഞാൻ ഫോക്കസ് ചെയ്തു. യാത്ര വളരെ മനോഹരമായിട്ട് ആഘോഷിച്ചതിനാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അറേബ്യൻ ഹാളിലെത്തി. അറേബ്യൻ ഹാളിൽ ആദ്യം കണ്ട ദൃശ്യങ്ങളാണ് ഇത്. എനിക്ക് ആദ്യം തന്നെ തോന്നിയത്, എന്താ ഇത്ര ഭീകര രൂപങ്ങളൊക്കെ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന എന്ത് മെസ്സേജാണ് അവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ സ്വല്പം അത്ഭുതപ്പെട്ടു പോയി. വിമാനത്തിൽ നിന്നിറങ്ങി ഞാൻ നേരെ അറേബ്യൻ ഹാളിൽ കൂടെ മറ്റൊന്നും ഇല്ല, ഏകദേശം ഒരു 50 മീറ്ററോളം ഉള്ളൂ. അത്ര നടന്നങ്ങോട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ദൂരെ എൻ്റെ ഒരു ശ്രദ്ധ പറ്റിയത് അവിടെ ഒരു ബോർഡാണ്. വിസ ഓൺ അറൈവൽ പേയ്മെൻറ്റ് ഡെസ്ക് എന്നൊരു ബോർഡുണ്ട് അവിടെ. അപ്പോൾ വിസയ്ക്കുള്ള പൈസ നമ്മളിവിടെ അടയ്ക്കേണ്ടുന്ന ഡെസ്ക്കാണ്, അവിടെ ടേബിളാണ്. അവിടെ ആ കേന്ദ്രത്തിലേക്ക് പോകണമെന്നുള്ള ഒരു ആരോ മാർക്കും വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് നമുക്ക് ആർക്കൊരു സഹായം ഇല്ലാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഇതെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് കയറുന്നതാണ് ആ വിസ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഡെസ്ക്. $33 നമുക്ക് അവിടെ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ആ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നതാണ് ആ കൗണ്ടറാണ് ഫീസ് അടയ്ക്കാനുള്ള കൗണ്ടർ. ഈ കൗണ്ടർ കഴിഞ്ഞ് നേരെ ചെല്ലുന്ന വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും. നമ്മളിവിടെ ഒരു $33 കൊടുത്തു കഴിഞ്ഞാൽ, ക്യാഷായിട്ട് കൊടുക്കുക, എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു റെസിപ്റ്റ് തരും. ആ റെസിപ്റ്റുമായിട്ട് വേണം നമ്മൾ വീണ്ടും മുന്നോട്ട് നീങ്ങി ആൾ വിസാസും പറഞ്ഞ് ആൾ പാസ്പോർട്ടും പറഞ്ഞ് ഒരു ബോർഡ് ഒരു കൗണ്ടറുണ്ട്. ആ കൗണ്ടറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് വിസ അടിച്ച് കിട്ടും. ആൾ പാസ്പോർട്ട് ഇവിടുന്നാണ് നമ്മുടെ പാസ്പോർട്ടിൽ വിസ അടിച്ച് കിട്ടുന്നത്. നമ്മൾ ആ വിസയ്ക്ക് കൊടുത്താൽ $35 റെസിപ്റ്റ് അവിടെ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് വിസയും നമ്മുടെ ആയിക്കഴിഞ്ഞു. അപ്പോൾ ടിക്കറ്റ് ആയിക്കഴിഞ്ഞ് വിസയും ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് യാതൊരു ഫോർമാലിറ്റീസും ഇല്ല. ഒരു ചെറിയ ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഗേജ് കളക്ഷൻ ചെയ്യണം. ഇവിടെയാണ് നമ്മുടെ ബാഗേജ്, നമുക്ക് ഏതെങ്കിലും ചെക്കിൻ ബാഗേജ് ഉണ്ടെങ്കിൽ അത് കളക്ഷൻ ചെയ്യാനുള്ള സെൻ്ററാണിത്. എയർ ഏഷ്യ ആയതുകൊണ്ട് അവിടെ ചെക്കിൻ ബാഗേജ് ഇല്ല. നമുക്ക് ഹാൻഡ് ക്യാരി, ഒരു 7 കിലോയുടെ ഹാൻഡ് ക്യാരി മാത്രമേ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഒരു ചെറിയൊരു കാര്യമുള്ളത്, അവിടെ കസ്റ്റംസ് ക്ലിയറൻസ്, അവിടെ തന്നെ ഒരു കമ്പ്യൂട്ടർ ടേബിളുണ്ട്. ആ
അതിൽ ഒരു ഫോം പൂരിപ്പിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റ് കാണിക്കുമ്പോൾ നമ്മൾ കസ്റ്റംസിൽ നിന്ന് ക്ലിയർ ആകും. അതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും വലിയ പ്രശ്നമുള്ള സംഗതിയല്ല. 2 മിനിറ്റ് കാര്യമുള്ളൂ അവിടെ. ഞാനതൊന്ന് ശരിയാക്കി കൊടുത്തിട്ട് നേരെ വെളിയിലേക്ക് വന്ന് ഞാൻ ഒരു ഡ്രൈവറെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിയാണ് നമ്മൾ ഈ രംഗങ്ങളൊക്കെ കാണുന്നത്. അതായത് പലരും ഇവിടെ ബോർഡുമായിട്ടൊക്കെ നിൽപ്പുണ്ട്. അത് സിം കാർഡിന് കൊടുക്കാനും വേണ്ടിയും, സിം കാർഡ് ആവശ്യമുണ്ടെങ്കിൽ അത് തരാൻ വേണ്ടിയും, അല്ലെങ്കിൽ ടാക്സി വേണമെങ്കിൽ അതൊക്കെ അറേഞ്ച് ചെയ്ത് തരാൻ വേണ്ടിയാണ് ഇത്. ഇവിടെ പലരും നമ്മൾ പലയിടത്തേക്കും വിളിക്കും. എങ്ങോട്ടും നമ്മൾ പോകേണ്ട കാര്യമില്ല. സോളോ ട്രാവലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് പോയാൽ മതി. ആർക്കും അവിടെ കൈകൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ സിം കാർഡ് വേണമെങ്കിൽ അവിടെ അപ്പോൾ തന്നെ 30 ദിവസത്തേക്ക് വാലിഡിറ്റിയുള്ള സിം കാർഡ് കിട്ടും. ഇന്ത്യൻ രൂപ ഏകദേശം 575 രൂപയോളം കൊടുത്തു കഴിഞ്ഞാൽ ആ 30 ദിവസത്തേക്കുള്ള സിം കാർഡ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഡേറ്റ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതും വാങ്ങിച്ചുകൊണ്ട് നേരെ നമ്മൾ വീണ്ടും എക്സിറ്റ് കേന്ദ്രമാക്കി പോവുകയേ വേണ്ടു. സാധാരണ നമ്മളൊരു എയർപോർട്ടിൽ നമ്മുടെ എയർപോർട്ടിൽ പോകുന്ന കാര്യങ്ങളുള്ളൂ. ഇതൊന്നും ഒരു വലിയ ഫോർമാലിറ്റീസേ അല്ല. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മാത്രമല്ല അവിടെ എല്ലാം ആരോഗ്യം വെച്ചിട്ടുണ്ട്, എങ്ങോട്ടാ പോകേണ്ടതെന്നും എക്സിറ്റ് വഴി ഏതാണെന്നുള്ളത്. ഈ കാര്യത്തെക്കുറിച്ചൊന്നും നമുക്കൊന്നും വിഷമിക്കേണ്ട വേണം. ഞാൻ ഈ പറയാൻ കാര്യം, സോളോ ട്രാവലായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ വരുമ്പോൾ നമുക്കൊരു പരിഭ്രാന്തി കണ്ടേക്കും. ചിലപ്പോൾ ഗ്രൂപ്പായിട്ട് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം നിയന്ത്രിച്ച് നോക്കാനും ഗ്രൂപ്പിലുള്ള ആൾക്കാർ കാണുമല്ലോ. പക്ഷേ ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും. ഇനി ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്ന ആ ഡ്രൈവറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാനൊരു ഡ്രൈവറെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഗുസ്തി. ആ ഗുസ്തി ഇവിടെ കാണും, അറൈവൽ കാണും എന്നോട് പറഞ്ഞിരുന്നു. ഇറങ്ങി വരുമ്പോൾ തന്നെ ഈ നെയിം പ്ലേറ്റ് ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും ടൂറിസ്റ്റുകളെ സ്വീകരിക്കാനും വന്ന ഒരുപാട് ആൾക്കാർ പല ഹോട്ടലിൽ നിന്നും, പല ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നിന്നും, പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ഒരുപാട് പേര് അവിടെ നെയിം പ്ലേറ്റുമായിട്ട്, നെയിം ബോർഡുമായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. അവരവരുടെ നെയിം പേര് നോക്കി ആളിനെ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഞാനും നോക്കി. ഞാൻ ഗുസ്തി എനിക്ക് നേരത്തെ പരിചയമില്ലല്ലോ. എൻ്റെ പേരാണ് ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്നത്. പലയിടത്തും നോക്കി. ഏറ്റവും അവസാനം അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഗുസ്തി അവിടെ നിൽക്കുന്ന കണ്ടു. ഞാൻ നേരത്തെ കണ്ടു ഗുസ്തി അവിടെ നിൽക്കുന്നതായിട്ട്. എൻ്റെ പേര് ഞാൻ ശ്രദ്ധിക്കാൻ ചോദിച്ചു. ഇതാണ് മിസ്റ്റർ ഗുസ്തി, എൻ്റെ പേരുമായിട്ട് നിൽക്കുന്നത്. ഇദ്ദേഹമായിട്ട് വേണം ഇനി ഞാൻ എൻ്റെ അടുത്ത 6 ദിവസങ്ങൾ കഴിച്ചു കൂട്ടേണ്ടത്. 12 മണിക്ക് തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡായി. ഞാൻ 1 മണിയാകുമ്പോൾ വെളി വന്നു. എൻ്റെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ അറേഞ്ച് ചെയ്തിരുന്ന മിസ്റ്റർ ഗുസ്തി എന്നാണ് പേര്. നമ്മുടെ കൂടെ ഇനിയിപ്പോൾ 6 ദിവസം കാണും ഈ ഗുസ്തി. ഇതിനെ കണ്ടാലും ഒരു ഗുസ്തിക്കാരനായിട്ട് തന്നെ തോന്നും. എനിക്ക് ഇതേമായിട്ട് പിടിക്കേണ്ടി വരുമോ, ഗുസ്തി പിടിക്കേണ്ടി വരുമോ അറിയത്തില്ല. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ. നമ്മുടെ ഗുസ്തി വളരെ മാന്യനായ വ്യക്തിയാണെന്ന് ഇപ്പൊ തോന്നുന്നു. വളരെ താങ്ക് യു. അപ്പൊ അങ്ങനെ ബാലി എയർപോർട്ടിൽ നിന്ന് നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലേക്കാണ് പോകുന്നത്. ചെമ്പക ഹോം ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെയാണ് എൻ്റെ ആദ്യത്തെ 3 ദിവസത്തേക്ക് ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ബാലിയിൽ വന്ന് അങ്ങനെ ജീവിതത്തിലെ ഒരു അഭിലാഷം സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒന്നും ആയില്ല, തുടങ്ങിയതല്ലേ ഉള്ളൂ. നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട്. അതെല്ലാം ഗ്രൂപ്പായിട്ടായിരുന്നല്ലോ. പക്ഷേ അതല്ല. ഇത് ഒറ്റയ്ക്കൊരു യാത്ര ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, മനസ്സിൽ കിടന്നൊരു ആഗ്രഹമായിരുന്നു. അതാണ് ഇപ്പോൾ സഫലീകരിക്കുന്നത്. പിന്നെ ഇവിടെ ആഘോഷിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. ഈ ഇവിടുത്തെ ബാലിയിലെ കാര്യങ്ങൾ കാണാനോ അവിടുത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വിനോദസഞ്ചാരിയായിട്ട് വന്ന് ഇവിടെ ഉള്ള ആഘോഷിക്കാനുള്ള ഒരു എയിമല്ല എനിക്കുള്ളത്. എനിക്ക് പ്രധാനമായിട്ടുള്ളത് ഈ രാജ്യത്തിനെ കുറിച്ച് കുറച്ചൊന്ന് മനസ്സിലാക്കണം. നമുക്ക് എത്രത്തോളം ഈ രാജ്യത്തെക്കുറിച്ച്, ഇവിടുത്തെ കൾച്ചറിനെ കുറിച്ച്, ഇവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതിയെക്കുറിച്ച്, ഇതൊക്കെ കുറിച്ച് മനസ്സിലാക്കണം. അതൊക്കെയാണ് എൻ്റെ ലക്ഷ്യം. എല്ലാം ഞാൻ വഴിയെ എൻ്റെ ആഗ്രഹം സഹായിക്കും. 5-6 ദിവസം ഉണ്ടല്ലോ. എല്ലാം ഞാൻ വഴിയെ ഓരോരോ എപ്പിസോഡിലായിട്ട് നിങ്ങളെല്ലാവരും ഞാൻ എത്തിച്ചു തരാം. ഞങ്ങളിപ്പോൾ കാറിൽ സഞ്ചരിച്ചിരിക്കുകയാണ്. ഹോട്ടലിലേക്ക് പോവാണ്. ഞാൻ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലോ നമ്മുടെ കൂടെയുള്ള മിസ്റ്റർ ഗുസ്തി. വളരെ നൈസ് പേഴ്സൺ. Thank you very much. Nice to meet you too. ഇന്തോനേഷ്യ തികച്ചും ഒരു മുസ്ലിം രാഷ്ട്രമായിട്ടാണ് ലോകത്തിൻ്റെ മുമ്പിൽ അറിയപ്പെടുന്നത്. പക്ഷേ ഈ ഗുസ്തിയുടെ അഭിപ്രായത്തിൽ ബാലി എന്ന പ്രദേശത്തിൽ ഏകദേശം 75-80% ഹിന്ദുക്കളാണുള്ളത്. പക്ഷേ ബാലി വിട്ടുകഴിഞ്ഞാൽ ഇന്തോനേഷ്യൻ മറ്റു ഭാഗങ്ങളിലെല്ലാം ഭൂരിപക്ഷവും മുസ്ലിങ്ങൾ തന്നെ. ഞാൻ കുറച്ച് തുക ചെലവിന് വേണ്ടി ഡോളർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു എക്സ്ചേഞ്ച് സ്ഥാപനത്തിൽ കയറി അത് ഞാൻ ക്യാഷ് ആക്കി. അതിനുശേഷം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇതാണ് ചെമ്പക ഹോം സ്റ്റേ. ഇവിടെയാണ് അടുത്ത 3 ദിവസത്തേക്കുള്ള എൻ്റെ റൂം ഞാൻ അറേഞ്ച് ചെയ്തിരുന്നത്. 1700 രൂപയുടെ താഴെ ഒരു എമൗണ്ടാണ് എന്നിൽ നിന്ന് ഇവർ ചാർജ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ദിവസത്തേക്ക് ഏകദേശം 570 രൂപ. ഒരു ഡബിൾ ബെഡ്റൂം
റൂം, ബാത്ത് അറ്റാച്ച്, AC വിത്ത് AC. ഇങ്ങനെ ഇതിലുള്ള ഹോം സ്റ്റേകൾ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചിലവ് വളരെ ചുരുങ്ങിയിരിക്കും. ഒരു റൂം 2 പേര് കൂടി ഷെയർ ചെയ്താൽ ഒരാൾക്ക് 280 രൂപ മാത്രമേ ചിലവാകും. ഇന്ന് ഉച്ചയ്ക്ക് ഹോട്ടലിൽ കൊണ്ടാക്കിയതിന് ശേഷം നമ്മുടെ സാരഥി ഗുസ്തി ഒരു വീട്ടിലേക്ക് പോയി. കാരണം പറഞ്ഞു ഉച്ച കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. കാരണം ക്ഷീണമല്ലേ, ഇന്ന് രാത്രി ഉറങ്ങിയതും ഇല്ല. ഇനി മാത്രമല്ല നമുക്ക് 4 ദിവസം അടുപ്പിച്ച് ഇനിയും കിടക്കുന്നുണ്ടല്ലോ. അത് കാരണം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നാളെ മുതൽ കാണാൻ തുടങ്ങാം എന്ന് പറഞ്ഞതിന് ശേഷം എന്നെ ഹോട്ടലിൽ കൊണ്ടാക്കിയതിന് ശേഷം അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. സുന്ദരമായിട്ടൊന്ന് കിടന്നുറങ്ങി. കാരണം ഇന്നലത്തെ ക്ഷീണങ്ങളുണ്ടായിരുന്നു, ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. നല്ലതുപോലെ കിടന്നുറങ്ങി. വൈകുന്നേരം 5 മണി ആയപ്പോഴത്തേക്കും ഞാൻ ബീച്ചിലേക്ക് ഇറങ്ങി. കുട്ടു ബീച്ചാണ് ഈ കാണുന്നത്. വിനോദസഞ്ചാരികളുടെ ഒരു പറുദീസ. എല്ലാ രാജ്യത്തുള്ള ആൾക്കാർ വന്നിട്ട് അവരുടേതായ രീതിയിലെല്ലാം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ആഘോഷിക്കാനുള്ളത്. ഇപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് വളരെ ദൂരെ ഒരു സ്റ്റാച്യു കാണുന്നു. നമുക്കൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാതെ. ഇതാണ് ആ സ്റ്റാച്യു. എവിടെ നോക്കിയാലും ഭീകര രൂപങ്ങളുള്ള സ്റ്റാച്യുകളാണ് ഇവിടെ മുഴുവൻ കാണുന്നത്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടില്ലായിരുന്നു ഞാൻ ആദ്യം എടുത്തത്. പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള രൂപങ്ങളാണ് ഇവിടെ. ഇവിടുത്തെ ദൈവങ്ങളെല്ലാം ഇതുപോലെ എന്താ പേടിപ്പിക്കുന്നത്? അത് അവർക്ക് ഈ നാട്ടുകാർക്ക് അതാണ് ഇഷ്ടം. പക്ഷേ ഇവിടുത്തെ നാട്ടുകാരെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നേ ഇല്ല. അവരെപ്പോഴും വളരെ ശാന്തരായിട്ടുള്ളവരും വളരെ കോപ്പറേറ്റീവും വളരെ നല്ല ആൾക്കാരുമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഇതുവരെയുള്ള അനുഭവം. ബാലി എയർപോർട്ട് ഇവിടെ നിന്നുകൊണ്ട് വളരെയധികം കാണാം. എയർക്രാഫ്റ്റുകൾ ലാൻഡ് ചെയ്യുന്ന ഇവിടുന്നൊരു പൊസിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇന്നത്തെ പകലിനോട് നമുക്ക് യാത്ര പറയാം.